H1B വിസയിൽ വ്യക്തത വരുത്തി അമേരിക്ക. $1,00,000 എന്ന ഉയർന്ന നിരക്ക് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂവെന്ന് വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. വിസ പുതുക്കുന്നതിനോ നിലവിൽ വിസയുള്ളവർക്കോ അധിക വിസ കൊടുക്കേണ്ടി വരില്ല. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ H1B വിസയുടെ അപേക്ഷാ ഫീസ് ഉയർത്തിക്കൊണ്ടുള്ള പ്രോക്ലമേഷനിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഫീസ് വർഷം തോറും നൽകുമെന്ന് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്ക് പറഞ്ഞതായിരുന്നു പ്രധാനമായിട്ടും ഇത്തരം ഒരു സംശയം ഉയരുവാൻ കാരണം. ഇതിന്റെ തൊട്ടു പിന്നാലെ മൈക്രോസോഫ്റ്റ്, അതുപോലെ ആമസോൺ, JP മോർഗൻ തുടങ്ങിയ ലോകത്തെ പ്രമുഖ കമ്പനികൾ H1B വിസ കൈവശമുള്ള അവരുടെ ജീവനക്കാരോട് അമേരിക്കയിൽ തന്നെ തുടരുവാൻ നിർദ്ദേശിച്ചിരുന്നു. അമേരിക്ക വിട്ടു പോകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. $1,00,000 അപേക്ഷ ഫീസ് പുതിയ H1B അപേക്ഷകർക്ക് മാത്രമായിരിക്കും. നിലവിലെ H1Bയിൽ ഉള്ളവർക്ക് ഇത് ബാധകമല്ല. ഇത് ഞായറാഴ്ച മുതലാണ് ഇപ്പോൾ ഈ ഫീസ് നിലവിൽ വരാൻ പോകുന്നത്. ഇത് വാർഷിക ഫീസുമല്ല, ആപ്ലിക്കേഷനോടൊപ്പം കൊടുക്കുന്ന ഒരു ഒറ്റത്തവണ ഫീസാണ്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള നിലവിലെ H1B വിസ ഉള്ളവർക്ക് അമേരിക്കയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് ഈ $1,00,000 ഈടാക്കില്ലെന്ന് ലെവിറ്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഈ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി വന്നിരിക്കുകയാണ്. H1B വിസ ഉടമകൾക്ക് സാധാരണ പോലെ തന്നെ അമേരിക്ക വിടാനും വീണ്ടും പ്രവേശിക്കാൻ കഴിയുമെന്നും കാരോലിൻ ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പുതിയ ഫീസ് അടുത്ത H1B ലോട്ടറി റൗണ്ടിൽ മാത്രമേ ബാധകമാകൂ. നിലവിലെ വിസ ഉടമകൾക്കോ അല്ലെങ്കിൽ ഇതിന്റെ റിന്യൂവൽ ചെയ്യുന്നവർക്കോ ഇത് ബാധകമല്ലെന്നും ലെവിറ്റ് പറഞ്ഞു. ഇത് മാത്രമല്ല എസ്കെനെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ ഒരു സർക്കുലറും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തതയോട് കൂടിയുള്ള ഒരു സർക്കുലർ എല്ലാ തൊഴിലുടമകൾക്കും മറ്റുള്ളവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. എസ്കെനെ, ഈ IT വർക്കുമായി ബന്ധപ്പെട്ടാണ് ഈ H1B വിസ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ അമേരിക്കയിലുണ്ട്. 32% 2003, ഇപ്പോഴത് 65% ഈ ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് ഭരണകൂടം നീങ്ങുവാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ $1,00,000 ഫീസ് എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ താല്പര്യം, അതായത് ദേശീയ താല്പര്യം മുൻനിർത്തിയുള്ള ഏതെങ്കിലും ഒരു അപേക്ഷ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബാധകമല്ലാത്ത രീതിയിൽ അനുവദിക്കുമെന്നുള്ള സൂചനകളാണ് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നത്. എസ്. മധു, ന്യൂജേഴ്സിയിൽ നിന്ന് നിങ്ങളുടെ ഒരു അയൽവാസി കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ന്യൂജേഴ്സി ഗവർണറായിട്ടുള്ള ഫിലിപ്പ് മുർവിയാണ് അദ്ദേഹം. മാത്രമല്ല വെസിൽ മാത്യു എന്ന് പറയുന്ന ഒരു മലയാളി കൂടി അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. ഞാൻ 24 നിന്നാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള ഒരു ലേഡി പറഞ്ഞു, അയ്യോ ഹേഡ് അബൌട്ട് ദാറ്റ്, ഇസ് ഇറ്റ് എ ചാനൽ എന്ന് പറഞ്ഞു. മധു കൊട്ടാരക്കരയ്ക്ക് അഭിമാനിക്കാം. കാര്യം അമേരിക്കയിലെ എംബസികളിലും അതുപോലെ തന്നെ അമേരിക്കൻ സംസ്ഥാന ഗവർണർമാരുടെ സ്റ്റാഫിലും ഒക്കെ തന്നെ 24 കാണുന്നില്ലെങ്കിലും കേൾക്കുന്നുണ്ട് കേട്ടോ. അവർ കൊട്ടാരക്കര കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു അപകടകാരി അവിടെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന്. അതുക്കും മേലെ അഭിമാനിക്കാവുന്ന ഒരു കമന്റ് ഒരു 5 മിനിറ്റ് മുന്നേ വന്നായിരുന്നു. വൈറ്റ് ഹൗസിന്റെ മിലിറ്ററി ചീഫായിരുന്ന മജു വർഗീസിന്റെ അമ്മ സരോജ വർഗീസ് പറയുകയാണ്, 2002 അങ്ങേ കാണുമ്പോൾ എത്രമാത്രം സുന്ദരനും സുമുഖനുമായിരുന്നു, അതേപോലെയായിരുന്നു ഇന്നലെ ടെലിവിഷനിൽ കണ്ടപ്പോൾ. എന്നെ കുറിച്ചാണോ അതോ മധുവിനെ കുറിച്ചോ? SKനെ പറ്റി 2002 കണ്ടതിനെ പറ്റി. ആ അമ്മയ്ക്ക് കന്നഡയുണ്ടോ? ആ അമ്മയ്ക്ക് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ മധു, താങ്ക് യു. അമ്മയുടെ ഒരു നന്ദി പറഞ്ഞവരെ. എപ്പോഴും സ്വന്തം മകൻ അമേരിക്കൻ വൈറ്റ് ഹൗസോളം വളർത്തിയ അമ്മയാണത്. ആ അമ്മയ്ക്ക് അഭിനന്ദനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.